നമസ്കാരം. കേരള കുരുക്ഷേത്രം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ UDFിൻ്റെ സിറ്റിംഗ് സീറ്റായ പാലക്കാട്ട് ഷാഫി പറമ്പിൽ എന്ന യുവ MLA ഒരിക്കൽ കൂടി അവതരിപ്പിച്ച് വിജയം നിലനിർത്താമെന്നാണ് UDFിൻ്റെ കണക്കുകൂട്ടൽ. കേരളത്തിൽ പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്ന എണ്ണപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാക്കി പാലക്കാടിനെ മാറ്റുന്നത് ഇത്തവണ കരുത്തുറ്റ സ്ഥാനാർത്ഥികളെ മറ്റ് രണ്ട് മുന്നണികളും അവതരിപ്പിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ്. മുന്നണികളുടെ നിലപാടുകൾ വിശദീകരിക്കാൻ ഒപ്പം വോട്ടർമാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നമ്മോടൊപ്പമുള്ളത് UDFിന് വേണ്ടി ശ്രീ ഭവദാസ്, അദ്ദേഹം DCC ജനറൽ സെക്രട്ടറിയാണ്. ശ്രീ KK ദിവാകരൻ CPIഎമ്മിന് വേണ്ടി, ശ്രീ P ഭാസി NDAയ്ക്ക് വേണ്ടിയും നിലപാടുകൾ വിശദീകരിക്കുന്നു. ആദ്യം ശ്രീ ഭവദാസ്, നിങ്ങളുടെ സിറ്റിംഗ് സീറ്റാണ് പാലക്കാട്. വീണ്ടും ഒരിക്കൽ കൂടി ഷാഫി പറമ്പിലിനെ അവതരിപ്പിച്ചിരിക്കുകയാണ്. പാലക്കാടിൻ്റെ പ്രത്യേകത BJPക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാമെന്നവർക്ക് പ്രതീക്ഷയുള്ള, അവർക്ക് ആ നിലയ്ക്ക് പ്രായോഗിക സാധ്യത അവരുടെ മുൻപിൽ തുറന്നു വെച്ചിട്ടുള്ള ഒരു മണ്ഡലം എന്ന നിലയ്ക്ക് കൂടിയുണ്ട്. ഒപ്പം NN കൃഷ്ണദാസ് എന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുക വഴി മെച്ചപ്പെട്ട മത്സരമുണ്ടാക്കാൻ ഇവിടെ LDFനും കഴിഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ആശങ്കയുടെ ഫാക്ടർ നിങ്ങൾക്ക് ഇവിടെയുണ്ടോ? 100% വിജയപ്രതീക്ഷയോടെയാണ് ബഹുമാന്യനായ പാലക്കാട് MLA യുവാവായ ശ്രീ ഷാഫി പറമ്പിലിനെ UDF ഇവിടെ രംഗത്തിറക്കിയിട്ടുള്ളത്. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് ഇവിടെ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം 5 കൊല്ലങ്ങൾക്ക് മുമ്പ് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് നൽകുകയും അതിൽ 99% വാഗ്ദാനങ്ങളും പാലിച്ചുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും രണ്ടാമത് ജനവിധി തേടുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ ബഹുമാന്യനായ ആങ്കർ പറഞ്ഞതുപോലെ ഒരു മത്സരം നടക്കുന്നുണ്ടെന്ന് പറയുന്നു. മത്സരം നടക്കുന്നുണ്ട്, അത് 2ാം സ്ഥാനത്തേക്ക് വേണ്ടിയുള്ള മത്സരമാണ്. 1ാം സ്ഥാനം UDF ഉറപ്പാക്കി കഴിഞ്ഞു. KK ദിവാകരൻ, ഈ സ്വപ്നങ്ങൾക്ക് നികുതി ഇല്ലാത്തതുകൊണ്ട് എത്ര വേണമെങ്കിലും ആർക്കും സ്വപ്നം കാണാം. അല്ലാതെ ഷാഫി പറമ്പിൽ ഇവിടെ 5 വർഷം MLA ആയിരുന്നിട്ട് വികസനമെന്ന് പറയുന്ന ആർക്കുള്ള വികസനം ഉണ്ടായത്? കുറേ നിക്ഷിപ്ത താല്പര്യക്കാർക്ക്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കുറേ ആൾക്കാർക്ക്, കോൺഗ്രസുമായി ബന്ധപ്പെട്ട കുറേ ആൾക്കാർക്ക് അവരുടെ പോക്കറ്റ് വികസിച്ചു എന്നുള്ള കാര്യം വളരെ സത്യമാണ്. അല്ലാതെ എന്ത് വികസനമാണ് പറയണം? ഇപ്പോൾ 2 കാര്യം ഇവിടെ പറഞ്ഞു. ഒന്ന് മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജ് യഥാർത്ഥത്തിൽ മെഡിക്കൽ കോളേജായിട്ടാണല്ലോ മാറിയത്. ഇപ്പോൾ 170 ആൾക്കാരെ സ്ഥിരപ്പെടുത്തി. അവിടെ എങ്ങനെയാണ് സ്ഥിരപ്പെടുത്തിയത്? അവരെ PSC മുഖാന്തരം നിയമനം നടത്തിയിട്ടാണോ അവരെ വെച്ചത്? ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ സ്ഥിരപ്പെടുത്താൻ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ക്യാബിനറ്റ് തീരുമാനിച്ചത്? നിയമവിരുദ്ധമായിട്ടുള്ള നിയമനം. അതുപോലെ തന്നെ ഈ കോളേജ് ആരംഭിച്ചു എന്ന് പറയുന്നത് എവിടെയാണ്? ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിൻ്റെ ആശുപത്രി എവിടെയാണ്? ഞങ്ങൾ അന്വേഷിക്കുന്ന ആശുപത്രിയാണ്. P ഭാസി, NDAയ്ക്ക് പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് നിങ്ങൾ ഇതിനെ വിലയിരുത്തുന്നത്. നഗരസഭയിൽ ഉണ്ടാക്കിയ മുന്നേറ്റം വലിയ ആത്മവിശ്വാസം നൽകുന്നുമുണ്ട്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വെറും മാധ്യമ വാർത്തകളല്ല, അതിൽ ചില വസ്തുതകളുണ്ട്. ശോഭാ സുരേന്ദ്രനെ അവതരിപ്പിച്ച് എത്രമാത്രം നേട്ടം കൊയ്യാനാകുമെന്ന് ഇതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇവിടെ നിങ്ങൾ പരീക്ഷിക്കുകയും ചെയ്തതാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം എന്താണ്? തീർച്ചയായിട്ടും പാലക്കാട് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിനോട് ബന്ധപ്പെട്ടിട്ട് കേരളത്തിന് മാതൃകാപരമായിട്ട് BJPയുടെ ആദ്യത്തെ ഭരണസമിതി നഗരസഭയിൽ ഉണ്ടായത് പാലക്കാടാണ്. ആ പാലക്കാട് BJPയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ വളരെ അഭിമാനകരമായ നേട്ടങ്ങൾ, നമ്മളെല്ലാവരും ആലോചിക്കണം, 150ാം വാർഷികം ആഘോഷിച്ച ഒരു നഗരസഭയാണിത്. ഈ 150 വർഷത്തെ ചരിത്രത്തിനിടയിൽ കഴിഞ്ഞ 4 മാസത്തിനിടയിൽ അഭിമാനകരമായ നേട്ടങ്ങൾ ഈ പാലക്കാട് നഗരസഭയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് BJPക്ക് നേടിയെടുക്കാൻ സാധിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന അമൃത് പദ്ധതി, അത് പാലക്കാടിനെ ഉൾപ്പെടുത്തി പാലക്കാട് ആ പദ്ധതിയുടെ ഭാഗമായിട്ട് 160 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പദ്ധതി സമർപ്പിച്ചു. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്രധാനമന്ത്രിയുടെ പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന പദ്ധതിയിൽ ആദ്യമായിട്ട് സർവേ പൂർത്തിയാക്കി 7400ഓളം പേർക്ക് അവിടെ ലിസ്റ്റ് സമർപ്പിച്ച കേരളത്തിലെ ആദ്യത്തെ നഗരസഭ പാലക്കാട് നഗരസഭയാണ്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ഇവിടെ മെഡിക്കൽ കോളേജിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. സത്യത്തിൽ പാലക്കാട്ടിലെ ആളുകൾക്ക് വളരെ വ്യക്തമായിട്ടൊരു കാര്യം അറിയാം. പാലക്കാട് മെഡിക്കൽ കോളേജ് വേണമെന്നും ആ മെഡിക്കൽ കോളേജിന് വേണ്ടി പ്രത്യക്ഷമായിട്ട് സമരരംഗത്തിറങ്ങിയ ഒരേ ഒരു പാർട്ടി പാലക്കാട് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഭവദാസൻ, ഇക്കാര്യത്തിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഷാഫി പറമ്പിൽ മണ്ഡലത്തിൽ നടത്തിയെന്ന് അവകാശപ്പെടുന്ന പദ്ധതികളെല്ലാം തന്നെ പാതി വഴിയിലാണ് എന്നതാണ്. പിന്നൊന്ന്, ആ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരോ അവരുടെ ബന്ധുക്കളോ ഉണ്ടാക്കാൻ പോകുന്ന നേട്ടങ്ങളെക്കുറിച്ചുള്ള വിമർശനമാണ്. മെഡിക്കൽ കോളേജിൽ ഒരുപാട് ക്രമക്കേടുകൾ നടന്നു എന്നുള്ളതാണ് അവർ ആരോപണം ഉന്നയിച്ചത്. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകരിച്ച
ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനം ഇൻ്റർവ്യൂ നടത്തിയിട്ടാണ് അവിടെ അപ്പോയിൻമെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ആ ഒരു വിഷയത്തിൽ വളരെ സുതാര്യമായ രീതിയിലാണ്. അതുപോലെ BJPയുടെ എൻ്റെ സുഹൃത്ത് പറഞ്ഞു ഇത് കോടതിയിൽ പോയി, കോടതി പോലും അത് തള്ളിക്കളഞ്ഞ ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുള്ളത്. പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ അപ്പോയിൻമെൻറ്റ് കോടതി പോലും അംഗീകരിച്ചിരിക്കുക. ഇനി ആ ഒരു മെഡിക്കൽ കോളേജിൻ്റെ നിയമനം പറഞ്ഞിട്ട് ഒരിക്കലും ഞങ്ങൾ പ്രതിക്കൂട്ടിലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങൾ കഴിഞ്ഞ 5 കൊല്ലം ആശുപത്രി എവിടെയെന്ന ചോദ്യം അദ്ദേഹം ചോദിച്ചു. മെഡിക്കൽ കോളേജിൻ്റെ ആശുപത്രി ഇപ്പോൾ ഏതൊരു മെഡിക്കൽ കോളേജ് തുടങ്ങുമ്പോഴും ഒരു ടീച്ചിങ് ഹോസ്പിറ്റൽ ഉണ്ടാവും. ആ ടീച്ചിങ് ഹോസ്പിറ്റൽ പാലക്കാട് ജില്ലാ ആശുപത്രിയാണ്. ആ പാലക്കാട് ജില്ലാ ആശുപത്രി ടീച്ചിങ് ഹോസ്പിറ്റലായിട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പാലക്കാട് ടീച്ചിങ് ഹോസ്പിറ്റൽ ആഴ്ചയ്ക്ക് 2 ദിവസം മെഡിക്കൽ കോളേജിലത്തെ ഡോക്ടർമാർ പ്രൊഫസേഴ്സ് വന്ന് ക്ലാസ് മറ്റേ OP നടത്തുന്നുണ്ട് വ്യാഴം ശനി ദിവസങ്ങളിൽ. സർക്കാരിൻ്റെ ട്രാക്ക് റെക്കോർഡ് ഈ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്ന ഒരു 5 കൊല്ലമാണ് കഴിഞ്ഞ 5 കൊല്ലം. ഏകദേശം 12 ലക്ഷത്തോളം ആളുകൾക്കാണ് LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പെൻഷൻ ലഭിച്ചതെന്നുണ്ടെങ്കിൽ അത് 35 ലക്ഷം ആളുകൾക്ക് കൊടുക്കാൻ UDF ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പെൻഷൻ 2-3 ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കാനും UDF ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. വാർദ്ധക്യകാല പെൻഷൻ 70 വയസ്സായ ആളുകൾക്ക് 1500 രൂപ വരെ പെൻഷൻ കൊടുക്കാൻ വേണ്ടി UDF തീരുമാനിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു. 100 ദിവസം കൊണ്ട് 1 രൂപയ്ക്ക് അരി എന്നുള്ള ഒരു വാഗ്ദാനം ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് നടത്തിയെങ്കിൽ 100 ദിവസം കൊണ്ട് 1 രൂപയ്ക്ക് അരി കൊടുത്തു. മാത്രമല്ല ഇപ്പം സൗജന്യമായിട്ടാണ് കേരളത്തിലെ ആളുകൾക്ക് അരി ലഭിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം. ആരോപണങ്ങൾ അവിടെ നിൽക്കട്ടെ എന്നാണ്. ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടുന്ന വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു എന്നതാണ് അവരുടെ അവകാശവാദം. കൊച്ചി മെട്രോ ട്രെയിൻ ഓടിച്ചു അവർ. അവിടെ കണ്ണൂർ വിമാനത്താവളത്തിൽ പ്ലെയിൻ വരാൻ കുറച്ച് വൈകും. ആദ്യഘട്ട പരീക്ഷണത്തെ നിങ്ങൾ വിമർശിക്കുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി 4 നൂറ്റാണ്ടായി കേരളത്തിൻ്റെ സ്വപ്നമായിരുന്നു. അതിന് തറക്കല്ലിടാൻ ഉമ്മൻചാണ്ടി സർക്കാരിന് കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ പാതകൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു പരമാർത്ഥമാണ്. പിന്നെ ക്ഷേമ പെൻഷനുകളുടെ തുക ഉയർത്താനും അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ബാർക്കോടയുണ്ട്, സോളാറുണ്ട്. ഒപ്പം ഏറ്റവും അവസാനത്തെ ക്യാബിനറ്റിൽ സ്വകാര്യ വ്യക്തികൾക്ക് ഈ സർക്കാർ ഭൂമി പതിച്ചു കൊടുത്ത സംഭവങ്ങളും അവിടെയുണ്ട്. ബാലൻസിംഗ് ആയാണ് കൊണ്ടുപോയിട്ടുള്ളത് എന്നാണ് അവരുടെ അക്കാര്യത്തിലുള്ള വാദം. താങ്കളുടെ മറുപടി എന്താണ്? LDFിൻ്റെ ഭരണകാലത്ത് കേരളത്തിൻ്റെ വികസനം 7.6%. അതാണ് അതിൻ്റെ നിരക്ക്. പക്ഷേ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അത് 6.1%. ഇപ്പോൾ വികസനം ഉണ്ടാവുകയാണോ ചെയ്ത് ഇല്ലാതാവുകയാണോ ചെയ്ത്. അതുപോലെ കാർഷിക മേഖലയിൽ -4.67 -4.67% കാർഷിക രംഗത്തുള്ള വികസനം. ഇപ്പോൾ തന്നെ അറിയാലോ, നെല്ലെടുത്തു. ആ നെല്ലെടുത്തവർക്ക് കാശ് കൊടുത്തിട്ടില്ല. 3 മാസമായിട്ട് കാശ് കൊടുത്തിട്ടില്ല അവർക്ക്. കാർഷിക രംഗത്ത് എന്താ? കാർഷിക രംഗം ആകെ തകർച്ചയല്ലേ. ഇവിടെ അവസാനിച്ച ആത്മഹത്യകൾ, കാർഷിക രംഗത്തുള്ള ആത്മഹത്യകൾ അത് വീണ്ടും തുടരുകയല്ലേ ചെയ്ത്. മറ്റൊന്ന്, കഴിഞ്ഞ 2 വികസനത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, കഴിഞ്ഞ 2 വർഷമായി 24,000 കോടി രൂപയുടെ പദ്ധതികൾ കാശില്ലാത്തതുകൊണ്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. മറ്റൊരു കാര്യം എടുക്കൂ. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വരുമ്പോൾ 1957 മുതൽ 2011 വരെ കേരളത്തിൻ്റെ ആകെ കടമെന്ന് പറയുന്നത് 78,673 കോടി രൂപയാണ്. ഇപ്പോൾ അത് 4 വർഷം കഴിഞ്ഞപ്പോൾ, 5 വർഷം കഴിഞ്ഞപ്പോഴല്ല ഞാൻ പറയുന്നത്, 4 വർഷം കഴിഞ്ഞപ്പോൾ 1,58,850 കോടി രൂപയായി കടം വർദ്ധിച്ചു. ഇതാണോ വികസനമെന്ന് പറയുന്നത്? ആളുകൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ്. ഇനി ചോദ്യമേ ചോദിക്കാവൂ. കോൺഗ്രസിൻ്റെ പ്രതിനിധി ശ്രീ ഭവദാസനോടാണ് 2 കാര്യങ്ങൾ അടങ്ങുന്ന ഒരൊറ്റ ചോദ്യം. സർക്കാർ മെഡിക്കൽ കോളേജ് ആകുമ്പോൾ അവിടെ നിയമനം നടത്തേണ്ടത് സർക്കാരല്ലേ, PSC അല്ലേ? താങ്കൾ പറഞ്ഞു IMG ആണ് നിയമനം കൊടുത്തുള്ളത്. കേരളത്തിൽ ഏതെങ്കിലും ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ IMG നിയമനം കൊടുത്തിട്ടുണ്ടോ സർക്കാരിൻ്റെ PSC സംവിധാനം വഴി അല്ലാതെ? മറ്റൊന്ന്, ഇൻഡോർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻഡോർ സ്റ്റേഡിയത്തിനകത്ത് കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ് സഖാവ് ദിവാരേട്ടൻ MLA ആയിരിക്കുന്ന സമയത്ത് ദ്രുതഗതിയിൽ പണിതുയർത്ത ഇൻഡോർ സ്റ്റേഡിയം അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് ഭരണവും മാറുന്നത്, MLA മാറുന്നത്. ആ ഇൻഡോർ സ്റ്റേഡിയത്തിന് പിന്നെ ഒരു കല്ല് പോലും കെട്ടിവെക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറായില്ലെന്ന് മാത്രമല്ല, കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ പേരുള്ള ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ പകൽ ഇപ്പോൾ പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ കോളേജിലെ അല്ല ഒരു മിനിറ്റ് മെഡിക്കൽ കോളേജിലെ 2 പ്രൊഫസർമാർ അല്ല അല്ലല്ല ഒരു മിനിറ്റ് 2 പ്രൊഫസർമാർ ഒന്ന് പറയട്ടെ, ഞങ്ങളൊന്ന് പറയട്ടെ ഞങ്ങളൊന്ന് പറഞ്ഞു. അതെ അല്ല ഒരു മിനിറ്റ് മറുപടി
അല്ല അല്ല ഒരു മിനിറ്റ് എന്റെ പ്രിയ സുഹൃത്ത് അല്ല എന്റെ പ്രിയ സുഹൃത്ത് ഇത്രയ്ക്കൊന്നും അസ്വസ്ഥത ആവേണ്ട കാര്യമില്ല. കാരണം മറുപടി കേൾക്കാനുള്ള ഒരു സഹിഷ്ണുത നിങ്ങൾക്ക് വേണം. ഇപ്പൊ അസഹിഷ്ണുതയുടെ കാല, ആ ഒരു സഹിഷ്ണുത നിങ്ങൾക്ക് വേണം. ഞാൻ പറയുന്ന വസ്തുനിഷ്ഠമായ മറുപടി തന്നെയാ പറയുന്നത്. നിങ്ങൾ പറഞ്ഞു ഒരാളെ പോലും കീഴത്തി ചികിത്സിക്കില്ല എന്നുള്ളത്. പാലക്കാട് ഞാൻ പറഞ്ഞു ജില്ലാ ആശുപത്രിയാണ് ടീച്ചിങ് ഹോസ്പിറ്റൽ. അവിടെ ആഴ്ചയിൽ 2 ദിവസം മെഡിക്കൽ കോളേജിലെ പ്രൊഫസർമാർ വന്ന് ചികിത്സ നടത്തുന്നുണ്ട്. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഇൻസ്പെക്ഷൻ നടക്കുന്ന കാലത്ത് അടിയന്തരമായിട്ട് ഇവിടെ ജീവനക്കാർ വേണം. ഇപ്പോൾ പോലും സർക്കാർ ആശുപത്രികളിൽ വേണ്ടത്ര ഡോക്ടർമാരില്ല എന്ന് പ്രതിപക്ഷം പറയുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ ഡോക്ടർമാരില്ലാത്ത സാഹചര്യത്തിൽ അടിയന്തരമായി ഡോക്ടർമാരെ നിയമിക്കാൻ ഇപ്പോഴും പാലക്കാട് മെഡിക്കൽ കോളേജിലും ആവശ്യത്തിന് ഡോക്ടർമാരില്ല. എൻ്റെ സുഹൃത്ത് അതും കൂടെ ഒന്ന് അന്വേഷിച്ച് മനസ്സിലാക്കണം. കോൺഗ്രസ് പ്രതിനിധിയോടും LDFിൻ്റെ പ്രതിനിധിയോടാണ് എൻ്റെ ചോദ്യം. അതേപോലെ ഇവിടെ 2 പേര് ഭിന്നിച്ചിട്ടും ബംഗാളിലെ 2 പേരും ഒന്നിച്ചിട്ടുമാണ് മത്സരിക്കുന്നത്. കൈപ്പത്തി ചിഹ്നവും അരുവാൾ ചിറ്റിയ നക്ഷത്രമൊക്കെ ആയിട്ടാണ്. എന്തുകൊണ്ട് കേരളത്തിൽ ഇതുപോലെ നിങ്ങൾ 2 പേരും ഒന്നിച്ച് മത്സരിച്ചൂടാ? ഒരു മിനിറ്റ് പ്രസ്താവന പറ്റില്ല, ചോദ്യം മാത്രമേ പറ്റൂ. നിങ്ങളുടെ പ്രസംഗത്തിലുള്ള വേഗം. അപ്പോ ഇതെന്തുകൊണ്ട് ഇതേ പദ്ധതി കേരളത്തിൽ നടപ്പാക്കിക്കൂടാ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ബഹുമാന്യനായ എൻ്റെ സുഹൃത്തിനോട് ഞാൻ പറയട്ടെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർഗീയവൽക്കരിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. ഈ BJP എന്ന പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ ഏത് മതേതര പാർട്ടിയുമായി കൂട്ടുകൂടാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരുക്കമാണ്. ആ BJP എന്ന പ്രസ്ഥാനത്തെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഞങ്ങളുടെ മുസ്ലിംസിന്റെ റംസാൻ മാസം വരികയാണ്. അപ്പോൾ ഞങ്ങളിൽ ആരും കോടീശ്വരന്മാരൊന്നുമില്ല. ആ ബീഫാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത്. ആ ബീഫ് അവർ നിർത്താൻ പാടില്ല എന്നാണ് പറയാനുള്ളത്. ഒരു ചോദ്യം. പിന്നെ ബഹുമാനപ്പെട്ട ശ്രീ ബൗദാ സാറോട് പാടില്ല എന്ന് വെച്ചാൽ അതൊരു ചോദ്യമാണോ? അല്ല, പാടില്ലാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കിട്ടണം, ബീഫ് കിട്ടണം, ബീഫ് കഴിക്കണം. കിട്ടുമോ എന്നാണ് ചോദ്യം. കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം. ബീഫ് നിർത്തരുതെന്നാ പറഞ്ഞത്. ഇപ്പൊ കിട്ടുന്നുണ്ട്. അത് നിർത്താൻ പാടില്ല, വീണ്ടും നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞു. അല്ല, 2ാം വാർഷികത്തിൽ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞു. 2ാം വാർഷികത്തിൽ ഒരാൾ ചോദിക്കട്ടെ 22ാം വാർഷികമാണല്ലോ. ചോദിക്കല്ലോ, അതായിക്കോട്ടെ. അത് നിങ്ങൾ വിമർശിച്ചോ, ആയിക്കോട്ടെ. ഞങ്ങളിത് കേൾക്കലാണ്, ഞങ്ങളിത് വർഷങ്ങളായി കേൾക്കലാണ്. ബീഫുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം നിങ്ങൾ പരിഹരിക്കണമെന്ന് 2 ഈ വിക്ടോറിയ കോളേജിന് മുൻപേ ഇല്ല, ആകെ ആശയക്കുഴപ്പമാകും, ബഹളാകും. താങ്കളുടെ ഉത്തരം, ബീഫുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം പരിഹരിക്കണം. ബീഫുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരു ആശയക്കുഴപ്പമില്ല. കേരളത്തിൽ ബീഫ് നിരോധിക്കണമെന്ന് BJP പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എൻ്റെ സുഹൃത്തെ, റംസാനെ ഇഷ്ടംപോലെ ബീഫ് കഴിക്കാവുന്നതാണ്. ബീഫ് ആശംസകൾ. കഴിഞ്ഞ 5 വർഷക്കാലം പാലക്കാട് നിയോജക മണ്ഡലത്തിലെ MLA ആയിരുന്ന ആള് ടാക്സ് ഇല്ലാതെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണോ താങ്കളുടെ പീരീഡിൽ യാതൊരുവിധ വികസന പ്രവർത്തനം നടത്താൻ കഴിയാതെ പോയത്? താങ്കളുടെ പീരീഡിലും ഒന്നും നടന്നില്ല എന്നാണ്. 5 കൊല്ലത്തെ വികസനത്തിന് ഞാൻ ഓരോന്നും എണ്ണി പറയാം. ഇവിടെ കുടിവെള്ള പദ്ധതി, ആരാ കുടിവെള്ള പദ്ധതി ഇവിടെ അട്ടിമറിച്ചത്? നിങ്ങൾ കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി അല്ലേ? ഞാൻ MLA ആയിരിക്കുമ്പോഴാണ് പറയട്ടെ, ഞാൻ ചോദിച്ചിട്ടും ഞാൻ MLA ആയിരിക്കുമ്പോഴാണ് കാര്യം പറയണത്. അത് പറയട്ടെ. 52 കോടി രൂപ UDSMAT-ൽ നിന്ന് ഇവിടെ മാലിന്യ സംസ്കരണം, അതുപോലെ കുടിവെള്ള പദ്ധതി, പുതിയ പൈപ്പുകൾ മാറ്റാൻ, ഇതിനെല്ലാം വേണ്ടി 52 കോടി രൂപ UP-യുടെ തന്നെ സർക്കാരാണ്. ആ സർക്കാരിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി തീരുമാനമെടുത്തു. അതിനുള്ള എല്ലാം തയ്യാറായി. അന്നത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ദേവയാനിയാണ്. അവരുമായി സംസാരിച്ചു, അവർ അംഗീകരിച്ചു. അതിനുശേഷം കോൺഗ്രസുമായി അവർ ചർച്ച ചെയ്തതിനു ശേഷം ആ പദ്ധതി നടപ്പിലാക്കേണ്ടതെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങളുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്നിപ്പോൾ അവിടെ മൂത്താന്തറയിലുള്ള വലിയൊരു ടാങ്ക് ഉണ്ടല്ലോ, ലക്ഷക്കണക്കിൽ ലിറ്റർ വെള്ളം നിറയ്ക്കുന്ന ടാങ്ക്, കുടിവെള്ളം, പാലക്കാട് ഭാഗത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി അന്ന് നടത്തിയ പരിപാടിയത്. അവിടെ പോയി നോക്ക്. താങ്കൾ ചെയ്തു എന്ന് അവകാശപ്പെടുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. താങ്കൾ ചെയ്തു എന്ന് അവകാശപ്പെടുന്ന കാര്യങ്ങൾ പൈപ്പ് മാറ്റണമല്ലോ. ഇല്ല, ബഹളമില്ല. പാലക്കാട് വിക്ടോറിയ കോളേജിൽ SFIയുടെ പിള്ളേർ അവിടുത്തെ പ്രിൻസിപ്പലിനെ പ്രതീകാത്മകമായി ഒരു ശവകൂടീരം നടത്തി, ഒരു റീത്ത് വെച്ച് ഒരു സമരം നടത്തിയപ്പോൾ നമ്മുടെ ഈ CPM-ഓ NN കൃഷ്ണദാസ് MP-യോ അതിനെ തള്ളി പറയാൻ തയ്യാറായിട്ടില്ല. വിക്ടോറിയ കോളേജിലെ പ്രശ്നം SFI തന്നെ അത് തള്ളി പറഞ്ഞിട്ടുണ്ട്, CPIM തള്ളി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ MA ബേബി CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, അദ്ദേഹം തള്ളി പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും SFI-യോ CPIM-ഓ അതിനെ അംഗീകരിക്കുന്നില്ല. ആ കാര്യം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഇവിടെ സ്ലഡ്ജ് ഗ്രൗണ്ട് കത്തിയപ്പോൾ 1 കോടി രൂപ വാഗ്ദാനം ചെയ്തായിരുന്നു ഷാഫി പറമ്പിൽ.
അതുമാതിരി പാലക്കാട് ടൗൺ ഹാൾ അനക്സിൻ്റെ ആണ്ട് പണിയാൻ വേണ്ടി 4 കോടി രൂപ വാഗ്ദാനം ചെയ്തു. ഈ 4 കോടി രൂപ എപ്പോൾ ഉദ്ഘാടനം കഴിച്ചു, പക്ഷേ ഇന്ന് വരെ യാതൊരു പണിയും കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണക്കാരാര്? അപ്പോൾ ഈ സ്ലഡ്ജ് ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. 1 കോടി ഇപ്പോൾ പാസ്സാക്കി എന്ന് പറഞ്ഞു, പക്ഷെ ആ ഫ്ലക്സ് ഇവിടെ കണ്ടില്ല. ഇപ്പോൾ പാലക്കാട്ടെ മാലിന്യ പ്രശ്നമാണ് അങ്ങ് സൂചിപ്പിച്ചത്. എന്നാൽ കഴിഞ്ഞ കാലത്ത് ഇവിടെ UDFൻ്റെ ഭരണസമിതി നിലനിൽക്കുന്ന സമയത്ത് ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കുക എന്നുള്ള പരിപാടിയോടുകൂടി ഉറവിടത്തിൽ മാലിന്യ സംസ്കരണം എന്നുള്ള ഒരു പദ്ധതിക്ക് പാലക്കാട് നഗരസഭ രൂപം കൊടുക്കുകയും ആ പദ്ധതി ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യാണ്. UDF ഭരണം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പാലക്കാട് നഗരസഭയിലുണ്ടായിരുന്ന സമയത്ത് അവിടെ മാലിന്യം സംസ്കരിക്കുന്നതിന് പകരം മാലിന്യം സംഭരണ കേന്ദ്രമായിട്ട് മാറ്റുകയാണ് ചെയ്തത്. അവിടെ മാലിന്യം കുന്നുകൂടി, അതായത് സമയത്തിനനുസരിച്ച് കുന്നുകൂടിയ മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതിയും UDF ഭരണസമിതി, നഗരസഭയിലെ UDF ഭരണസമിതി ചെയ്തില്ല. ഞാൻ ഈ പാലക്കാടിൽ ഒരുപാട് കാലം ബൈക്ക് ഓടിച്ച് നടന്നിട്ടുള്ള ഒരാൾ തന്നെയാണ്. KSRTC 5 വർഷക്കാലം ഇതുവരെ ഒരു KSRTCയിൽ അവിടെ ഒരു സംഭവം നടന്നിട്ടില്ല. ഇലക്ഷൻ എടുത്തപ്പോൾ KSRTC മൊത്തം പൊളിച്ചടുക്കിയിട്ട് അവിടെ ഉള്ള തണലും കൂടി അവസാനിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ലിങ്ക് റോഡുകൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അതൊക്കെ ഈ ഇലക്ഷൻ കാലയളവിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇലക്ഷന് മുൻനിർത്തിക്കൊണ്ട് മാത്രം അവർ KSRTC ബസ് സ്റ്റാൻഡ് പൊളിച്ചടുക്കി. യാത്രക്കാർക്ക് എത്ര യാത്രക്കാർ അവിടെ ദുരിതം അനുഭവിക്കുന്നുണ്ടല്ലോ, അവിടെ പോയി നിന്നാൽ കാണാം. KSRTC ലിങ്ക് റോഡും മറ്റ് റോഡുകളും പറഞ്ഞു. ഒരു കാര്യം എൻ്റെ സുഹൃത്ത് മനസ്സിലാക്കണം, ഇവിടെ ബൈക്ക് ഓടിച്ച് നടക്കുന്ന അങ്ങക്ക് 5 കൊല്ലം മുമ്പ് പാലക്കാട് നഗരത്തിനകത്തുണ്ടായ റോഡും ഇപ്പോൾ ഉണ്ടായ റബ്ബറൈസ് റോഡുകൾ ഉൾപ്പെടെയുള്ള റോഡുകളുടെ നിലവാരത്തിൻ്റെ ഉയർച്ച ഒന്ന് ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് ഒന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ താങ്കൾ പറഞ്ഞു റെയിൽവേ ഗേറ്റ്. സ്വാഭാവികമായിട്ട് റെയിൽവേ ഗേറ്റ് വരുന്ന സമയത്ത് ഒരു റെയിൽവേ ഓവർബ്രിഡ്ജ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഗേറ്റ് അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഏതാ റെയിൽവേ എവിടെയാണ്, ഏതാ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ? ശകുന്തള ജംഗ്ഷനിൽ നമ്മളൊരു ഓവർബ്രിഡ്ജ് വന്നു. ഓവർബ്രിഡ്ജ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവിടുത്തെ ക്രോസ് ഉണ്ടാവും. ആ സമയത്താണ് ബഹുമാനപ്പെട്ട പാലക്കാടിൻ്റെ മുൻ MP ശ്രീ VS വിജയരാഘവൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ ഒരു ഫുട് ഓവർബ്രിഡ്ജ് അദ്ദേഹം വളരെ ദീർഘവീക്ഷണത്തോടുകൂടി പണിതുകൊണ്ടാണ് ആളുകൾക്ക് കയറി ഇറങ്ങാൻ വേണ്ടി ഇതായിട്ടുള്ളത്. ശിവാരേട്ടനോടൊരു ചോദ്യം. അക്രമ രാഷ്ട്രീയത്തിനെതിരെ ഇന്ന് നിങ്ങളുടെ TV രാജേഷും ജയരാജനും ഷുക്കൂർ കേസിൽ പ്രതിയായിട്ടുണ്ട്. നിങ്ങൾ ഈ കേരളത്തിൽ അക്രമ രാഷ്ട്രീയത്തിൽ ഒരു ഭാഗത്ത് CPM ആണ്, CPM BJP, CPM കോൺഗ്രസ്, CPM ലീഗ്, അങ്ങനെ അക്രമ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന നിങ്ങളെ ഈ ഇത്രയും കൊലപാതക രാഷ്ട്രീയങ്ങൾ ഉണ്ടാക്കി ഒരുപാട് കുടുംബങ്ങളെ അനാഥരാക്കിയിട്ടുണ്ട്. പിന്നെ ഒന്ന്, ഈ റിപ്പോർട്ടർ ചാനലിലെ നികേഷ് കുമാർ നിങ്ങളുടെ സ്ഥാനാർത്ഥിയാണ്. രാഘവേട്ടൻ എത്ര സഖാക്കളെ വെടിവെച്ച് കൊന്ന് കണ്ണൂരിൽ? 18 CPMകാർ RSSൻ്റെ കൊലക്കത്തിക്ക് ഇരയായി മരിച്ചു. 9 ആൾക്കാർ ഇതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും മറ്റുള്ള ആൾക്കാരുടെയും കൊലക്കത്തിക്ക് ഇരയായിട്ട് മരിച്ചു. കോൺഗ്രസ്സുകാരും 4 ആൾ കോൺഗ്രസ്സുകാരൻ്റെ കുത്തി മരിച്ചു. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, അക്രമ രാഷ്ട്രീയം നടത്തുന്നത് CPM അല്ല, കേരളത്തിൽ മാത്രമല്ല. ഇപ്പോൾ ഇവിടെ പലരും ചോദിച്ച പോലെ UP എന്താണ്ടായത്, അതുപോലെ തന്നെ അവിടെ മുഹമ്മദ് അഖിലക്ക് ഉൾപ്പെടെയുള്ള ആൾക്കാർ TP അല്ല, ഇവിടെ വേറെ ഉണ്ടല്ലോ ആൾക്കാർ. അല്ലല്ല, ഇതിനെക്കുറിച്ച് മറുപടി പറയണമല്ലോ. TP ഉണ്ടാവും. അതുപോലെ തന്നെ അപ്പം അക്രമ രാഷ്ട്രീയത്തിൽ വലിയ സമാധാനത്തിന്റെ പ്രാവുകളെ പറത്തുന്ന BJPക്കാരാണ്. നമുക്കറിയാം, പാലക്കാട് ജില്ലയിൽ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജും അതുപോലെ തന്നെ ഇവിടെ ഇംഗ്ലീഷ് ചർച്ച് റോഡിലെ മേൽപ്പാലവും അതുപോലെ തന്നെ സിന്തറ്റിക് ട്രാക്കും തുടങ്ങി നിരവധിയാർന്ന വികസനങ്ങൾ 5 വർഷം കൊണ്ട് നടത്തി. തൊട്ടടുത്തുള്ള മണ്ഡലമായ ഈ അകത്തെ തറയിൽ ഒരു മേൽപ്പാലം നിർമ്മിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? 2 ദിവസം മുൻപേ അച്യുതാനന്ദൻ അവിടെ വന്നിട്ട് എന്താ പറഞ്ഞത്? ഞങ്ങൾ പാലഞ്ഞ് ജയിച്ചു കഴിഞ്ഞുണ്ടാക്കുന്ന, നിങ്ങൾ ഇനി പാലം ഉണ്ടാക്കാൻ അങ്ങോട്ട് വരേണ്ടി വരില്ല, അവിടെ VS ജോയി ഉണ്ട്, ഞങ്ങൾ അത് പറയുന്നില്ല. നിങ്ങൾ ഇവിടെ എന്ത് വികസനമാണ് ഇവിടെ ചെയ്യുന്നത്? എന്ത് വികസനമോട് താങ്കളുടെ ചോദ്യം എന്താണ്? ഇതിന്റെ മുൻപ് ഗവൺമെന്റുകൾ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇതിന്റെ മുൻപ് നിങ്ങൾ ഗവൺമെന്റുകൾ വന്നു, വകുപ്പുകൾ വന്നു, മുഖ്യമന്ത്രിയൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കഴിഞ്ഞില്ല പാലക്കാട് മെഡിക്കൽ കോളേജ് അനുവദിക്കാൻ? ഈ തരത്തിലുള്ള മെഡിക്കൽ കോളേജ് LDF ഉണ്ടാക്കില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. ഈ മെഡിക്കൽ കോളേജ് ഇപ്പൊ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അല്ല. ഇവിടെ സൂചിപ്പിച്ചു
അത് ഗവൺമെൻറ് ഏറ്റെടുക്കാൻ പോവുകയാണ് ആ മെഡിക്കൽ കോളേജ്. SC വിഭാഗത്തിൻ്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് സ്റ്റൈപ്പൻഡ് കൊടുക്കാതെ, സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നില്ല, മറ്റവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല. SC വിഭാഗത്തിലുള്ള വീടുകൾ പണിയാൻ, ആ വീടുകൾ പണിയാനുള്ള ലോൺ കൊടുക്കാൻ, സബ്സിഡി കൊടുക്കാൻ ഉള്ള ഫണ്ട് കൊടുക്കുന്നില്ല. ആ ഫണ്ടെല്ലാം SC വിഭാഗത്തിലെ ഫണ്ടുകളെല്ലാം പൂർണ്ണമായി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അഴിമതി നടത്തിയ ആൾക്കാരെ നിയമിക്കാൻ, അതുപോലെ തന്നെ സ്ഥലത്തിന് റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്താൻ വേണ്ടി ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കില്ല. BJP നേതാവിനോട് എണ്ണ വില വർധനയെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? ആധാർ കാർഡ് എല്ലാ കാര്യത്തിലും ലിങ്ക് ചെയ്തതിനെ കുറിച്ച് നിങ്ങൾ ലോകത്തെ ഏറ്റവും ക്രൂഡ് ഓയിൽ വില കുറഞ്ഞ സമയമാണ്. എന്തേ വില കുറയ്ക്കാത്തത്, ജനത്തിന് ഉപകാരപ്പെടുത്താത്തത്? എണ്ണ വില വർധനവിനോടനുബന്ധിച്ച് ആനുപാതികമായിട്ട് വില കുറയ്ക്കേണ്ടത് സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. പക്ഷേ ആ വ്യത്യാസം കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്, ആ വ്യത്യാസം ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടി അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. എൻ്റെ സുഹൃത്ത്, ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ പാലക്കാടാണ് നിൽക്കുന്നത്. പാലക്കാട് നിന്ന് 25 കിലോമീറ്റർ അപ്പുറത്ത് നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനം മാറും. അവിടെ എന്താണ് എണ്ണയുടെ, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും 1 ലിറ്ററിന് വില, പാലക്കാട് ജില്ലയിൽ എന്താണ് വില? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 21 രൂപയോളമാണ് കേരള സർക്കാർ സെയിൽ ടാക്സ് രീതിയിൽ എണ്ണയിലും ഡീസലിനും പെട്രോളിനും ഈടാക്കുന്നത്. ഇത് അടിസ്ഥാനപരമായിട്ട് ഒരു സംസ്ഥാനത്തെ ജനങ്ങളോട് താല്പര്യമുള്ള ഒരു സർക്കാർ ചെയ്യേണ്ടത് ഇതിൽ കുറവ് വരുത്തുകയാണ്. BJP സർക്കാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഈ ആനുപാതികമായിട്ടുള്ള കുറവ് ഇന്ന് ഒരു 4-5 ദിവസം മുമ്പ്, അതായത് ഈ ഏപ്രിൽ മാസം 16-ാം തീയതി നിങ്ങൾ കണ്ടല്ലോ, 1 രൂപ പെട്രോളിന് വില കുറച്ചിട്ടുണ്ട്. അത് കൂടിയും കുറഞ്ഞും അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടി അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് താങ്കൾ പറയുന്നത്. ഒരു കാര്യം ബാരലിന് 132 രൂപ ഉണ്ടാകുമ്പോഴാണ് ഞങ്ങൾ 51-52 വിറ്റതെങ്കിൽ ഇന്ന് 32 രൂപ എന്ന് വെച്ചാൽ 20 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കാൻ സൗകര്യമുള്ള ഒരു രാജ്യത്ത് ഇന്ന് കൊടുക്കുന്നത് 60-61 രൂപയ്ക്കാ. എന്ന് വെച്ചാൽ അന്ന് അടിസ്ഥാന പ്രവർത്തനങ്ങൾ, അന്ന് സമരം നടത്തിയ BJP. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഭാവദാസ്, ഇത്രത്തോളം ഉണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞിട്ട് ഒന്ന് കേരളത്തിലെ സെയിൽ ടാക്സ് ഒന്ന് കുറച്ചാൽ അതൊരു വലിയ രീതിയിലാണ്. മുനിസിപ്പാലിറ്റി പാവപ്പെട്ട തൊഴിലാളികൾക്ക് ശമ്പളമില്ലാതിരിക്കുകയും ഡ്രെയിനേജുകൾ ബ്ലോക്ക് ആവുകയും മഴ പെയ്ത വെള്ളം ഒലിച്ചു പോകാതിരിക്കുന്ന സമയത്ത് 150-ാം വാർഷികത്തിന് നിങ്ങൾ കോടികൾ ചെലവാക്കിയില്ലേ? ആ PV രാജേഷ് ചെയർമാനും ശ്രീ കൃഷ്ണകുമാർ ജനറൽ കൺവീനറും CPM-ന്റെ പാർലമെന്ററി പാർട്ടി നേതാവ് ശ്രീമതി കുമാരി വൈസ് ചെയർമാനുമായി എല്ലാവരും ചേർന്നുള്ള പരിപാടിയായിരുന്നു. കോടികൾ ചെലവാക്കിയത് പാലക്കാട് നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ചല്ല. പാർലമെന്റിൽ GST പോലുള്ള ബില്ലുകൾ പാസ്സാക്കാൻ ഒരുങ്ങിയപ്പോൾ LDF ശക്തികളും UDF ശക്തികളും ഒന്നടങ്കം തന്നെ അതിനെ എതിർത്തുകൊണ്ട് അതിൻ്റെ വേണ്ട തൻ്റെ അടവും ഇച്ഛാശക്തിയും കാണിച്ച് അതിനെ എതിർക്കുകയാണ് ചെയ്തത്. എന്നാൽ കേരളത്തിലെ ഭക്ഷ്യസുരക്ഷാ നിയമം പാസ്സാക്കുന്നതിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ഇച്ഛാശക്തി കാണിക്കാതിരുന്നത്? അതുമാത്രമല്ല, അത് ജനങ്ങളോട് ചെയ്യുന്ന ഒരു വഞ്ചനയല്ലേ? ഭക്ഷ്യസുരക്ഷാ നിയമം ഓൾറെഡി കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം. കാരണം എന്താ വെച്ചാൽ കേരളത്തിൽ ഇപ്പോഴും 1 രൂപയ്ക്ക് അരിയും സൗജന്യമായ അരിയും കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ഭക്ഷ്യസുരക്ഷാ നിയമം എന്ത് ഇമ്പോർട്ടൻസ് അല്ല എന്നുള്ള ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് ചോദ്യം നമ്മുടെ BJP പ്രതിനിധികളാണ്. പ്രധാനമന്ത്രിയുടെ മുദ്രാ ലോൺ ഉണ്ടല്ലോ, ഇപ്പോൾ അത് BJP പ്രവർത്തകർക്ക് മാത്രമായിട്ടുള്ളതാണോ, അത് BJPൻ്റെ ആ പ്രതിനിധികൾക്ക് മാത്രമുള്ളതാണോ, മറ്റുള്ള പൊതുജനങ്ങൾക്കുള്ളതാണോ? കാരണം എൻ്റെ ഒരു സുഹൃത്ത് ഈ മുദ്രാ ലോണിന് പോയപ്പോൾ ഒന്നിലെ BJPൻ്റെ ആ കാര്യാലയത്തിൻ്റെ ലെറ്ററോ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ എന്തെങ്കിലും ഒരു റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ അത് കിട്ടുള്ളൂ എന്നുള്ളത് പറഞ്ഞു വിട്ട സാക്ഷി തെളിവ് നമ്മൾ സഹിതം ഞാൻ കൊണ്ടുതരാം. ആ ഒരു ചോദ്യം. പിന്നെ കറുപ്പ് പണം കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പാർലമെൻറ്റിൽ എല്ലാ പ്രധാനമന്ത്രിമാരും പറഞ്ഞിട്ടുണ്ടായി. പ്രധാനമന്ത്രി പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇത് കൊണ്ടുവരാത്തത്, എന്താണ് അതിൻ്റെ റീസൺ, എന്തുകൊണ്ടാണ് അത് നിങ്ങൾ നടപ്പിലാക്കാത്തത്? മുദ്രാ ബാങ്ക് എൻ്റെ സുഹൃത്ത് മനസ്സിലാക്കിയ പോലെ BJP-ക്കാർ മാത്രം അറിയണമെന്നുണ്ടെങ്കിൽ അത് പൊതു പരസ്യം അതിന് ആവശ്യമില്ലല്ലോ. നമ്മുടെ TV-യിൽ, പത്രമാധ്യമങ്ങളിൽ എല്ലാം അതിൻ്റെ പരസ്യമുണ്ട്. BJP-ക്കാർക്ക് മാത്രമാണെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഇത് ബാങ്കുകൾ വഴിയാണ് നൽകുന്നത്. ബാങ്കുകൾ BJP-യുടെ അല്ല. ഇന്ത്യയിലെ ബാങ്കിന്റെ മാനേജ്മെന്റുകൾ ഭാരതീയ ജനതാ പാർട്ടി അല്ല. എൻ്റെ സുഹൃത്ത് മനസ്സിലാക്കണം.
ബാങ്കുകൾ BJPയുടെ പാർട്ടിയുടെ നയത്തിന്റെ അടിസ്ഥാനത്തിലല്ല പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും ബാങ്കിൽ ആ രീതിയിൽ നടപടി ഉണ്ടെങ്കിൽ, എൻ്റെ സുഹൃത്ത് എവിടെയാണ്, ഇതിന് ശേഷം അതിന്റെ ഡീറ്റെയിൽ തരൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജനാധിപത്യപരമായ രീതിയിൽ ആ ബാങ്കിനെതിരെ സമരം നടത്തൂ, ആ മാനേജറെ തടഞ്ഞു വെക്കൂ. ഇത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയുള്ള പദ്ധതിയാണ് മുദ്രാ ബാങ്ക്, അല്ലാതെ BJPക്കാർക്കല്ല. കള്ളപ്പണത്തിന്റെ കാര്യത്തിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ആ കള്ളപ്പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അതിന് നടപടികൾക്ക് വേണ്ടി ജസ്റ്റിസുമാർ ഉൾപ്പെടെയുള്ള കമ്മീഷൻ വെച്ചു. അതിന്റെ നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ സുഹൃത്ത് അറിഞ്ഞില്ലേ, കുറെ ഇടയ്ക്കിടയ്ക്ക് 2 മാസങ്ങൾ കൂടുമ്പോൾ കുറെ കള്ളപ്പണക്കാരുടെ ലിസ്റ്റ് പുറത്തു വിടുന്നുണ്ട്. അവർക്കെതിരെ നടപടികൾ. കാരണം കള്ളപ്പണം എന്ന് പറയുന്നത് മറ്റ് വിദേശ രാജ്യങ്ങളിലാണ്, നമ്മൾക്ക് നേരിട്ട് അതിൽ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ആ രാജ്യങ്ങളുടെ സഹകരണത്തോടു കൂടിയാണ് ആ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ആ കാര്യങ്ങൾ വളരെ സുതാര്യമായിട്ടാണ് നടക്കുന്നത്. ശ്രീ ഭവദാസൻ, ഏറ്റവും അവസാനം 1 മിനിറ്റിൽ എന്തുകൊണ്ട് UDF സർക്കാരിന് ഇവിടുത്തെ MLAക്ക് ജനങ്ങൾ വീണ്ടും വോട്ട് ചെയ്യണം? 2011 ശ്രീ ഷാഫി ഇവിടെ മത്സരിക്കുമ്പോൾ ഒട്ടനവധി വാഗ്ദാനങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്തു. അത് മുഴുവൻ പാലിച്ചു എന്നുള്ളതിന്റെ യാഥാർത്ഥ്യത്തിലാണ് ഇപ്പൊ വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പാലക്കാട് മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ കായിക രംഗത്ത് ഒരു വൻ കുതിപ്പിന് വേണ്ടി സിന്തറ്റിക് ട്രാക്ക്, അതുപോലെ തന്നെ സിന്തറ്റിക് ഫുട്ബോൾ ടർഫ് നൂർണയിൽ, അതുപോലെ തന്നെ ഏകദേശം 100 കോടിയോളം രൂപയുടെ റോഡുകൾ, കാർഷിക മേഖലയിലെ വികസനം, ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തി. ഈ വികസനത്തിനൊരു തുടർച്ചയ്ക്കും കേരളത്തിന്റെ ഭരണ തുടർച്ചയ്ക്കും ഒരു വോട്ട് എന്നുള്ള ഒരു മുദ്രാവാക്യവുമായിട്ടാണ് ബഹുമാനപ്പെട്ട ഷാഫി ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്തുകൊണ്ട് LDFന് വോട്ട് ചെയ്യണം? അഴിമതി, ഇത്രയേറെ അഴിമതി നിറഞ്ഞ ഒരു ഭരണം കേരളം കണ്ടിട്ടില്ല, ഇന്ത്യ കണ്ടിട്ടില്ല. ഈ രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതി. ഇപ്പൊ ഏറ്റവും ഒടുവിൽ സന്തോഷ് മാധവൻ ഉൾപ്പെടെ ഉള്ള ആൾക്കാർ 16 കൊല്ലം ജയിലിൽ കിടക്കുകയാണ്, 16 കൊല്ലം ശിക്ഷ അനുഭവിച്ചിട്ട്. അയാൾക്കടക്കം 20 ഏക്കർ ഭൂമി, അല്ല നിരവധി ഏക്കർ, 100 ചില്ലാൻ ഏക്കർ ഭൂമി, വിജയ് മല്യക്ക് 20 ഏക്കർക്ക് 70,000 രൂപയ്ക്ക് ഭൂമി കൊടുക്കുക. ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ അഴിമതി നടത്തിയിട്ടുള്ള ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അവസാന നിമിഷം പോലും അഴിമതി നടത്തുന്ന ഒരു ഗവൺമെന്റ്, കൊള്ളക്കാരുടെ ഗവൺമെന്റ്. ആ ഗവൺമെന്റിനെ സഹായിക്കുന്ന ആ ഗവൺമെന്റിന്റെ MLA ആയിട്ടുള്ള ഷാഫി പറമ്പിൽ ഒരിക്കലും വിജയിക്കാൻ പാടില്ല. വിജയിക്കാൻ പാലക്കാട് ജനങ്ങൾ അനുവദിക്കില്ല. സഹവ് എൻ കൃഷ്ണദാസ് വൻ ഭൂരിപക്ഷത്തോടുകൂടി പാലക്കാട് ജയിക്കുമെന്നാണ് എനിക്ക് പറയാം. അവസാനമായി താങ്കളുടെ അവസരം. ഈ 2 മുന്നണികളും കേരളത്തിൽ അവസരവാദത്തിന്റെയും അഴിമതിയുടെയും മൂർത്തിമത് രൂപങ്ങളായിട്ടുള്ള മുന്നണികളാണ്. ഉമ്മൻചാണ്ടിയുടെ ഭരണം, ഈ ഉമ്മൻചാണ്ടിയുടെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഭരത്തിനെതിരെ കമാന്നൊരക്ഷരം മിണ്ടാൻ സാധിക്കാത്ത നിഷ്ക്രിയമായ പ്രതിപക്ഷമാണ് കേരളത്തിൽ 5 വർഷമായിട്ടുണ്ടായിട്ടുള്ളത്. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അഴിമതിയുടെ ഒരു തരിമ്പ് പോലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കാത്ത 2 കൊല്ലത്തെ നരേന്ദ്രമോദിയുടെ ഭരണം കേന്ദ്രത്തിൽ പിന്നിടുന്നു. 5 മാസത്തെ പാലക്കാട് നഗരസഭയിലെ ഭരണം BJP പിന്നിടുന്നു. പാലക്കാട് ജനങ്ങൾ പുതിയ മാറ്റത്തിനായി BJPയുടെ കൂടെ വരുന്നു. ആ മാറ്റത്തിൻ്റെതായിട്ട് ഭാഗമായി ശോഭാ സുരേന്ദ്രൻ താമര വിജയിച്ചുകൊണ്ട് പാലക്കാട് ജയിക്കും. യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. കേരള കുരുക്ഷേത്രം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പൂർണ്ണമാവുകയാണ്. നാളെ അടുത്ത മണ്ഡലത്തിൽ. നന്ദി, നമസ്കാരം.